ബാബുദര പാഠമാണ്. ഹദസന അബുൽ യമാൻ എന്നവർ നമ്മുടെ ഹദീസ് പറഞ്ഞു. അൽ ഹക്കമബിന് നാഫി എന്നവർ കാല അദ്ദേഹം പറയുന്നു അഖബറന ഷുഐബ് എന്നവർ നമ്മുടെ ഖബർ പറഞ്ഞു. അതിന് സുഹരി മാമിനെ തൊട്ട് കാല സുഹരിമാ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു അഖബറനി ഉബൈദുല്ല എന്നവരുടെ ഖബർ പറഞ്ഞു. ഇബ്നു അബ്ദുല്ല എന്നവരുടെ മകനായിട്ടുള്ളവർ, ഇബ്നു ഉത്ബത്ത് എന്നവരുടെ മകനായിട്ടുള്ളവർ, ഇബ്നു മസ്ഊദ് മസ്ഊദ് എന്നവരുടെ മകനായിട്ടുള്ളവർ. അന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അഖബറഹു ഇദ്ദേഹത്തോട് ഖബർ പറഞ്ഞു. അന്ന അബാ സുഫിയാൻ നിശ്ചയമാ അബൂ സുഫിയാൻ നമ്മൾ പറയാം, അത് നസ്ബ് വരുമ്പോണ്ടാവും അബാ സുഫിയാനാവും. അപ്പോൾ അബൂ സുഫിയാൻ ആവുന്നത് അദ്ദേഹം ആരാണ്? ഇബ്നു ഹർബ് എന്നവരുടെ മകനായ അബൂ സുഫിയാൻ എന്നവർ അഖബറഹു അദ്ദേഹത്തോട് ഖബർ പറഞ്ഞു. അന്ന ഹിറക്കല നിശ്ചയമായി ഹിറക്കല എന്നവർ. അബൂ സുഫിയാൻ എന്നവർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പിന്നീട് മുസ്ലിമായി. ഇപ്പോൾ അദ്ദേഹം ഇസ്ലാമിലൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു സംഭവത്തെ ഉദ്ധരിക്കുകയാണ് കേട്ടോ. ഹിറക്കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോമ ചക്രവർത്തിമാരുടെ പരമ്പരയിൽപ്പെട്ട ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന് അറബ് ലാംഗ്വേജിൽ പറയുന്ന പേരാണെന്ത്? ഹിറക്കൽ. അർസല ഇലൈഹി ഫീ റക്ബിൻ മിൻ ഖുറൈശ്. ഈ ഹിറക്കല് അബൂ സുഫിയാൻ എന്നവരിലേക്ക് എന്ത് ചെയ്തു? ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഫീ റക്ബിൻ മിൻ ഖുറൈശ്. ഈ അബൂ സുഫിയാൻ എന്നവര് ഒരു ഖുറൈശി വർത്തക സംഘത്തിനോടൊപ്പം യാത്ര ചെയ്ത് കച്ചവടം ചെയ്യുന്ന സമൂഹം ആണ് റക്കബ്. ആ സമൂഹത്തിലായിരിക്കെ അവരിലേക്ക് എന്ത് ചെയ്തു? ദൂതനെ പറഞ്ഞയച്ചു. ആര്? ഹിറക്കൽ എന്നൊരു ദൂതനെ പറഞ്ഞയച്ചു. അപ്പോൾ അബൂ സുഫിയാൻ എന്നവർ ഖുറൈശി സമൂഹത്തിലെയും മക്കത്തെയും ഒരു പ്രഭുവാണ്. മനസ്സിലായില്ലേ? ഹിറക്കൽ എന്നവർ റോം എന്താണ് ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ അവർ തമ്മിൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. അപ്പം കാനു തിജാറൻ ബിഷാം, ഇവര് ഷാമിൽ, ഇന്നത്തെ സിറിയ എന്ന് പറയും, അവിടെ കച്ചവടം ചെയ്യുന്നവരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഫിൽ മുദ്ദത്തിലെത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാദബിയ അബൂ സുഫിയാൻ കുഫാര ഖുറൈശ്. അതൊരു കാലഘട്ടത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. ആ സംഭവം എന്ന് വെച്ചാൽ നടന്ന കാലഘട്ടം എന്ന് വെച്ചാൽ അതൊരു കാലഘട്ടത്തിലാണ്. കാലത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു മാദബിഹ. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഒരു കാലാവധി നിർണയിച്ച് നീട്ടിക്കൊടുത്ത കാലഘട്ടമായിരുന്നു. അബൂ സുഫിയാൻ എന്നവരോടും കുഫാറ ഖുറൈശി കുഫാറുകളോടും പരസ്പരമുള്ള സന്ധി സംഭാഷണങ്ങളുടെ ഒരു കാലാവധി. പരസ്പരം പോരടിക്കാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കയറി അറ്റാക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു പരസ്പരമുള്ളൊരു ഒത്തുതീർപ്പ്. ആ ഒരു കാലഘട്ടത്തിലൂടെ ഖുറൈശ് സമൂഹവും മുസ്ലിം സമൂഹവും എന്താണ് ഇങ്ങനെ ജീവിച്ചു പോകുന്ന കാലത്താണ് ഈ കത്തും ഈ ദൂതൻ വരുന്നത്. ഇവര് ഷാമിലേക്കുള്ള കച്ചവട സംഘമായിട്ട് പോകുന്ന വേളയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ദൂതം വന്നിട്ട് പറയുന്നത് എന്താണ്? അതിവിടെ വിവരിക്കുന്നില്ല. ദൂതം വന്നിരിക്കുന്നത് എന്തിനാണ്? ആക്ച്വലി സാധാരണ വരുന്നത് വെച്ചാൽ ക്ഷണിക്കാൻ പറ്റില്ല, നിങ്ങളൊന്ന് വരണം. അപ്പോൾ ഹിറക്കല എന്നവര് ഇന്നത്തെ ഫലസ്തീൻ ഇരിയ എന്നോട് പറയുന്നത്, അവിടെ ഇദ്ദേഹമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശങ്ങളിൽപ്പെട്ട ഒരു ഇടമാണെന്ത്? ഫലസ്തീൻ. റോം അങ്ങനെയാണെന്നല്ലോ, ഒരുപാട് ഏരിയകൾ വെട്ടിപ്പിടിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ കൂട്ടത്തിൻ്റെ പ്രദേശമാണെന്ത്? ഈ ഫലസ്തീൻ. അവിടെ ഇയാളുണ്ട്. ആര്? ഹിറക്കലുണ്ട്. അപ്പോൾ ഹിറക്കൽ ബന്ധങ്ങളൊന്ന് വരണം. ഈ സംഘം എന്താണ് വിവരം പറ്റി അദ്ദേഹത്തിന് വിവരം കിട്ടി. ഇങ്ങനെ ഒരു സംഘം അറേബ്യയിൽ നിന്നും ഷാമിലേക്ക് സിറിയയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കച്ചവട ആവശ്യാർത്ഥം പോകുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ദൂതനെ പറഞ്ഞേക്കാം, ഒന്ന് വരാൻ പറഞ്ഞാൽ അമീർ നിങ്ങളെ രാജാവ് ക്ഷണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത്തവൂ അങ്ങനെ എന്ത് ചെയ്തു? ഈ റക്കബ്, ഈ വാഹന സംഘം എത്തിച്ചേർന്നു ആരിടത്തിൽ? ഇറക്കലിനടുത്ത് ചെന്നു കേട്ടോ. ബഹുംബി ഈലിയ. അപ്പോൾ ഇറക്കൽ മാത്രമായിരിക്കുമല്ലോ, രാജാവല്ലേ, അയാളുടെ പരിവാരങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് അവിടെയുണ്ട്. ഈലിയയിലുണ്ട്, ഫലസ്തീനിലുണ്ട്. അപ്പോൾ ദാഹും ഫി മജ്ലിസി. അതിനെന്ത് ചെയ്തു? ഈ ഇറക്കൽ ക്ഷണിച്ചു. ഫി മജ്ലിസി, അദ്ദേഹത്തിൻ്റെ രാജ സദസ്സിലേക്ക് ആരെ ക്ഷണിച്ചു? ഈ അബൂ സുഫിയാൻ എന്നവർ ക്ഷണിച്ചു. അപ്പോൾ ഹൗലഹു ഉലമാ റൂം. ഈ ഹിറക്കലിൻ്റെ ചുറ്റും ആയിരിക്കേണ്ട റോമ പ്രഭുക്കൾ. പാഠപുസ്തകമൊക്കെ വായിക്കാറില്ലേ? റോമ ഫീഡൽ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് വായിക്കുമ്പോൾ വലിയ കൃഷിയിടങ്ങൾ, എന്ന് വെച്ചാൽ ഏക്കർ, ആയിരക്കണക്കിന് 2000, 3000, 10,000, 20,000 ഏക്കർ കണക്കിന് കൃഷിയുള്ളവരാണ് പ്രഭുക്കൾ. മനസ്സിലായില്ല? എന്നാൽ കൃഷിയാണ് ഏറ്റവും വലിയ ഇത് അസറ്റ്. അപ്പോൾ ആ റോം പ്രഭുക്കൾ ആരെടുത്തുണ്ട്? ഇദ്ദേഹത്തിന് ചുറ്റിയിരിപ്പുണ്ട്. ആരെ? ഈ രാജാവായ ഹിറക്കലിനെ എടുത്തിരിപ്പുണ്ട്. അങ്ങോട്ടേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ആരെ? അബൂ സുഫിയാൻ എന്നവർ ക്ഷണിച്ചു.
സുമ്മദാഹും ആ പിന്നീട് എന്ത് ചെയ്തു, ഈ റക്കബിനെ, ഈ ഖുറൈശ് വർത്തക സംഘത്തെ എന്ത് ചെയ്തു, ഈ ഹിറക്കൽ ക്ഷണിച്ചു. അപ്പോൾ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളേജിനടുത്ത് കോളേജിലും കോളേജിനകത്തേക്ക് കയറിയെന്ന് പറഞ്ഞാൽ ആദ്യം കവാടം കയറി വരണം, പിന്നെ മുറ്റം കടന്നു വരണം, വേണ്ടേ, പിന്നെ എന്ത് ചെയ്യണം, വരാന്തയിൽ വരണം, പിന്നെ ചെരുപ്പൂര് വരണം, വരാന്തയിൽ വരണം, പിന്നെ എന്ത് ചെയ്യണം, പോന്നിക്കാം. അതേ കാര്യങ്ങളുണ്ടല്ലോ ഈ കോളേജാണ് ഇപ്പോൾ. എന്നുപോലെ തന്നെ ഒരു രാജകൊട്ടാര സംവിധാനം എന്ന് പറയുമ്പോൾ എന്താണ്, പല സ്റ്റെപ്പുകളുണ്ടാവും. അപ്പോൾ രാജാവ് മുമ്പിൽ തന്നെ വായ പിടിച്ച് പോയിരിക്കില്ല, അവിടെ അതിൻ്റെ ആൾക്കാർക്ക് സ്വീകരിച്ച് കൊണ്ടുപോയി ചെയ്യും, കാത്തുകൊണ്ടാക്കണം, അവിടെ രാജാവ് ഇരിക്കേണ്ടാവും. മനസ്സിലായില്ല, അതതിൻ്റെ ഒരു 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 ടെക്നോളജിയാണ്. അപ്പോൾ ഇവരെ പിന്നെ ക്ഷണിച്ചു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എന്നാണ് ക്ഷണിച്ചു നടത്തുന്നത്. സുമ്മദാഹും വദാബി തർജുമാനി, എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റർ പരിഭാഷകനെയും ക്ഷണിച്ചു കേട്ടോ. ആരുടെ, രാജാവിൻ ട്രാൻസ്ലേറ്റർ. രാജാവിന് പലരുമായിട്ടൊന്നും സംവദിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വേറെ ഭാഷ സംസാരിക്കുന്നവർ വരുമ്പോൾ ട്രാൻസ്ലേറ്റർ വിളിക്കും, ഇയാൾ എന്താ പറയണമെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ. അപ്പോൾ കാല, അങ്ങനെ രാജാവ് എന്താണ്, ഇവരെ അണിനിരത്തി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഈ ഉറക്കബിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ രാജാവ് ചോദിക്കുകയാണ്, അയ്യുക്കും അഖറബു നസബ, നിങ്ങളുടെ ഈ എന്താണ് വർത്തക സംഘത്തിൽ, മനസ്സിലായില്ലേ, ആരാണ് ഈ കുടുംബബന്ധം കൂടുതലായി അടുത്തയാൾ, ബിഹാദർ റജുലി, ഈ റജുലായിട്ട്, ഈ പുരുഷനായിട്ട്, അല്ലതീ യസ്ഉമു അന്നഹു നബി, ആ റജുലിൻ്റെ പ്രത്യേകത എന്താ, അദ്ദേഹം പ്രവാചകനാണെന്ന് വാദിക്കുന്നു. പ്രവാചകനാണെന്ന് വാദിക്കുന്ന, അത് നബിയെ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹവുമായിട്ട് ഏറ്റവും കൂടുതൽ കുടുംബബന്ധമുള്ള ആളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്ന് ചോദിക്കുക. അപ്പോൾ കാല അബൂ സുഫിയാൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അബൂ സുഫിയാൻ, അവരുടെ ഈ യാത്രാ സംഘത്തിന് നേതാവ് ആരാ, അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ പറഞ്ഞു, കുൽത്തു, അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, ഞാനാണ് അക്രബവും, അവരുടെ കൂട്ടത്തിൽ, ഈ കാണുന്ന ഈ സംഘത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബബന്ധം അടുത്താണ് ഞാനാണ്, നസബൻ കുടുംബബന്ധത്താൻ. അപ്പോൾ കാല, അപ്പോൾ രാജാവ് പറഞ്ഞു, ഉദുനൂഹു മിന്നി, അദ്ദേഹത്തെ എന്നോട് അടുപ്പിച്ച് നിർത്തും. ഇവരെയും നിറഞ്ഞ് നിൽക്കുകയാണ്, അദ്ദേഹത്തിന് അടുപ്പിച്ച് നിർത്തും. കണ്ട് വാ കരിബു അസഹാബവോ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടാളികൾ, ആ യാത്രാ സംഘത്തിലുള്ള കൂട്ടാളികളെ നിങ്ങൾ അടുപ്പിച്ച് ചേർത്ത്, പജാലൂവും എന്ത് ചെയ്യുക, ഈ കൂട്ടാളികളെ നിങ്ങളാക്ക് ഇന്ത ലഹരിക്കും, ഇദ്ദേഹത്തിന് പിറകിലാക്കുക. അപ്പോൾ ഒരു സംഘം നമ്മുടെ ഈ അസംബ്ലി കേൾക്കൂലേ, അപ്പോൾ ഫ്രണ്ടിൽ എന്താണ് ഇവരുടെ ചെയ്യുന്ന നേതാവ് നിൽക്കുക, ആരെ, അബൂ സുഫിയാൻ നിൽക്കുകയാണ്, ബാക്കിൽ മറ്റുള്ളവർ നിങ്ങൾ സ്റ്റെപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്, വയസ്സാണ്, ബുദ്ധിയാണ്, മനസ്സിലാണ് രാജാവിൻ്റെ. സുമ കാലാലിൽ തർജുമാനി, പിന്നെ ട്രാൻസ്ലേറ്ററോട് ആര് പറഞ്ഞു, ഈ അബൂ സുഫിയാൻ എന്നൊരു പറയാണ്, അല്ല ആരാ, ഹിറക്കൽ എന്നൊരു പറയാണ്, കുല്ലഹും, എന്ത് ചെയ്യുക, ഇവരോട് പറയണം, ഇന്നി സായിലുൻ ഹാദ, ഞാൻ ഈ മുന്നിൽ നിൽക്കുന്ന അബൂ സുഫിയാൻ എന്ന ഏറ്റവും കുടുംബത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട ഇയാളോട് ഞാൻ ചോദിക്കും. ആരെക്കുറിച്ചാ, അൻ ഹാദർ റജുൽ, നബി എന്ന് വാദിക്കുന്ന ഈ പുരുഷനെ കുറിച്ച് ഞാൻ ചോദിച്ചു. സ്വയിൻ കദബനി, നിങ്ങളുടെ നേതാവായിട്ടും ഈ നബിയായെന്ന് വാദിക്കുന്ന അദ്ദേഹവുമായിട്ട് ഏറ്റവും കുടുംബബന്ധപ്പെട്ട ഇദ്ദേഹം നിങ്ങൾ ശത്രുതയിലാണെന്ന് എനിക്കറിയാം, എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ കദബു, നിങ്ങൾ എന്ത് ചെയ്യണം, ഇദ്ദേഹത്തെ കളവാക്കണം. പറഞ്ഞ് ഇയാളെ മുന്നിൽ നിന്ന് പറയുമ്പോൾ, ആ അബൂ സുഫിയാൻ മുന്നിൽ നിന്ന് പറയുമ്പോൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കിൽ നിന്ന് എന്ത് ചെയ്യുക, അത് കള്ളമാണ്, കൈ വയ്ക്കുക, ഇഷാറത്തെന്ന് എനിക്ക് അറിയിക്കാം. അപ്പോൾ ആര് കാണൂല, അബൂ സുഫിയാൻ കാണൂലല്ലോ. അബൂ സുഫിയാൻ്റെ മുന്നിൽ വെച്ച് മുഖതാവിൽ വെച്ചിട്ട് പറയാൻ ആർക്ക് പേടിയുണ്ടാവും, കൂടുതലുള്ളവർക്ക് പേടിയുണ്ടാവും. കാരണം അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ ആ പേടിയില്ലാതെ തന്നെ ഈ കാര്യം കൈമാറുക, മനസ്സിലായില്ലേ. അതൊരു ടെക്നിക്ക് ആരും യൂസ് ചെയ്യാണ്, ഈ രാജാവ് യൂസ് ചെയ്യുകയാണ്. അങ്ങനെ അബൂ സുഫിയാൻ എന്നവരെ മുന്നിൽ നിർത്തി, പിന്നിൽ വരെ നിർത്തി, ഇങ്ങനെ ഒരു ടെക്നോളജി ഞാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആരെ ബോധ്യപ്പെടുത്തി, ഈ വറക്കബിനെ ബോധ്യപ്പെടുത്തി എന്താണ് പറയാൻ. അപ്പോൾ വല്ലാഹി ലൗലൽ ഹയാഉ മിൻ അൻ യസ്റു, ഇതിപ്പോൾ ഹദീസ് പറഞ്ഞാരാ, അബൂ സുഫിയാൻ എന്ന് പറയാണ്, അദ്ദേഹം മുസ്ലിമായതിനു ശേഷമുള്ള ഘട്ടത്തിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ, അപ്പോൾ വല്ലാഹി ലൗലൽ ഹയാഉ, അല്ലാഹു സത്യം, എനിക്ക് ലജ്ജയില്ലായിരുന്നുവെങ്കിൽ, മിൻ അൻ യസ്റു അലയ്യ കദിബ, എൻ്റെ കൂടെ വന്ന ആൾക്കാർ എൻ്റെ മേൽ കളവ് ഉന്നയിക്കും എന്ന് ഞാൻ പേടിച്ചില്ലായിരുന്നു, ഹയാ ഇല്ലായിരുന്നുവെങ്കിൽ ലക്കഥർ, ഞാൻ ഇതിനെ നബിയെക്കുറിച്ച് ഇതിനെ കള്ളം പറഞ്ഞു. അപ്പം കളവ് പറയുമ്പോൾ ഒരു നേതാവിനെ കുറിച്ച് അനുയായി കള്ളം പറയാന്ന് പറഞ്ഞാൽ ആ നേതാവിന് എന്താണ്, മോശമാണ്. അപ്പം അങ്ങനെ അവർ പറഞ്ഞു പോകുമ്പോൾ ഒന്ന് പേടിയാർക്കുണ്ടോ, മനുഷ്യനല്ലേ, പേടിയുണ്ടോ.
അപ്പോൾ ഇതാണ് ആര് യൂസ് ചെയ്യുന്നത്? രാജാവ് യൂസ് ചെയ്യുന്നത് അവിടെ. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അങ്ങനെ ലജ്ജിച്ചാലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ആളെന്ത് ചെയ്തേനെ? ഞാൻ എൻ്റെ ഉദ്ദേശത്ത് കൊണ്ട് വീഴ്ത്തിയേനെ. സുമ്മക്കാന ഊലമാസാരണി അൻഹു. പിന്നെ എന്ത് ചെയ്തു? അങ്ങനെ എല്ലാം സംവിധാനിച്ച് അവിടെ ഈ ചോദ്യോത്തര വേളയുടെ എല്ലാ സംവിധാനവും ഒരുക്കിയതിന് ശേഷം ചെയ്തു. ഇത് രാജാവ് ഫസ്റ്റായിട്ട് എന്താണ് ചോദിക്കുകയാണ്, രാജാവിനോട് ചോദിക്കുകയാണ്. അൻകാല, രാജാവ് പറയുന്ന ഇതാണ്, കൈഫ നസബുഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ നബി എന്ന് വാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, കുടുംബ മഹിമ എന്നൊക്കെ പറയില്ലേ, ചില കുടുംബക്കാരെ പറ്റി അവർ അങ്ങനെ പേര് കിട്ടുമല്ലോ ചില ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, നാട്ടിൽ എന്ത് ചെയ്യും, നല്ല കുടുംബം, നല്ലൊരു വിനയവും നല്ലൊരു വക്കാറും നല്ല അത് ഉണ്ടാവുമല്ലോ, സംസ്കാരമുള്ള. ആ നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ നെസബ് എങ്ങനെയാണ്, ഈ നബി എന്ന് വാദിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ നെസബ് നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ നെസബിൻ്റെ അവസ്ഥ? കൈഫ നസബ് ഊഫിക്കും കുൽത്തു, ഞാൻ പറഞ്ഞു, ഹുവ ഫീന ദൂ നസബിൻ. അബൂ സുഫിയാൻ പറയാണ്, ഹുവ ഫീന ദൂ നസബിൻ, അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ എന്താണ്, നല്ല കുടുംബം ഉള്ള ഒരാളാണ്. പിന്നെന്താണ് അടുത്ത ചോദ്യം? കാല, വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ ഹൽ കാല ഹാദൽ കൗല മിൻകും അഹദുൻ ഖത്തു ഖബ്ലഹു, ഇദ്ദേഹം പറയുന്ന അള്ളാഹു ഏക ഇലാഹ്, വേറെ ഇലാഹുകളൊന്നുമില്ല, ലാത്തയും ഉസ്സയും നിങ്ങൾ ആരാധിക്കുന്ന എല്ലാം എന്താണ്, തെറ്റാണ്, ശിർക്ക് പാടില്ല എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉദ്ദേശിക്കുന്ന ആ മുന്നോട്ട് വച്ചിരിക്കുന്ന സത്യവാദം, പിന്നെ കൂടെ മുഹമ്മദ് റസൂൽ, മുഹമ്മദ് എന്ന പേരുള്ള ഞാൻ ആരാണ്, റസൂലാണ് എന്നുള്ള വാദം, ഇങ്ങനെ ഒരു വാദവുമായിട്ട് ആരെങ്കിലും മുൻപ് പറഞ്ഞിരുന്നോ? മനസ്സിലായോ? കൂട്ടത്തിൽ ആരെങ്കിലും ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? കാല ഹാദൽ കൗല മിൻകും അഹദുൻ ഖത്തു ഖബ്ലഹു, ആരെങ്കിലും കത്തു ആരെങ്കിലും പറഞ്ഞതായിട്ടുണ്ടോ? കുൽത്തു, അബൂ സുഫിയാൻ എന്താ പറയുകയാണ്, ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ ഹിസ്റ്ററിയിൽ എന്താണ് ഇങ്ങനെ ഒരാൾ മുമ്പ് വന്നതായിട്ട് ഇല്ല. കാല, വീണ്ടും ഈ രാജാവ് ചോദിക്കുകയാണ്, ഫഹൽ കാന മിൻ ആബാഹി മിൻ മലിക്, ഇദ്ദേഹം നല്ല കുടുംബമുള്ളതാണെന്ന് പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലെ രാജാവായിട്ടുണ്ടായിരുന്നു? ഫഹൽ കാന മിൻ ആബാഹി മിൻ മലിക്, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും പിതാക്കന്മാരിൽ ആരെങ്കിലും രാജാവായിട്ടുണ്ടായിരുന്നു? കുൽത്തു, ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ നസബ നോക്കുമ്പോഴൊന്നും രാജാക്കന്മാരൊന്നുമില്ല. കാല, വീണ്ടും രാജാവ് ചോദിക്കുകയാണ്, അപ്പോൾ അഷ്റാഫുൻ നാസി യത്തബിഊനഹു അം ളുഅഫാഉ, ഇദ്ദേഹത്തെ കുറച്ച് പേര് എന്ത് ചെയ്യുന്നുണ്ട്, പിൻപറ്റുണ്ടല്ലോ, സമൂഹത്തിൽ 1, 2 പേര്, 3, 4, 5, 6, 7, 8 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ പുറകെ ഇദ്ദേഹത്തിന് സത്യവാദവുമായി കൂടുന്ന, ഇദ്ദേഹത്തിൻ്റെ പുതിയ മതവുമായി കൂടി ചേർന്ന ആൾക്കാർ സമൂഹത്തിലെ മേലാളന്മാരാണോ സാധുക്കളാണോ? മനസ്സിലായില്ലേ? അപ്പോൾ അഷ്റാഫുൻ നാസി യത്തബിഊനഹു, സമൂഹത്തിലെ മേലാളന്മാർ, മേൽക്കിടക്കാർ, അവരാണ് ഇദ്ദേഹത്തെ പിൻപറ്റുന്നത്. നോക്കാം, അതല്ല ബലഹീനരായ സാധുക്കളായ നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ജോലി ചെയ്യുന്ന കൂലിവിലക്കാരും മറ്റുമായ ആൾക്കാർ, അവരാണോ ഇദ്ദേഹത്തെ പിൻപറ്റുന്നത്? അപ്പോൾ കൊൽത്തു, ഞാൻ പറഞ്ഞു, ബൽ, നിങ്ങൾ ആദ്യം പറഞ്ഞ മേലാളന്മാരൊന്നും ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നില്ല, പിൻപറ്റുന്നില്ല. അല്ല, ലോഫാവും, ആരാണ്, ബലഹീനരായ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ പിൻപറ്റുന്നത്. കാല യസീദൂനാം യങ്കുസൂൻ, അടുത്ത ചോദ്യം മനസ്സിലായില്ലേ? ഒന്നിനോട് ടച്ച് ചെയ്ത് അടുത്ത ചോദ്യം വരുന്നു. യസീദൂനാം യങ്കുസൂൻ, ഈ കൂടുന്ന ആൾക്കാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ അതല്ല ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്? അവർ 26 പേര് വന്നു, കുറച്ച് കഴിഞ്ഞവർ ബഹളം പ്രശ്നം ഉണ്ടായി, അപ്പോൾ കുറച്ചിട്ട് എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഏത് ആ മതത്തിൽ നിന്ന് നബീനെ വിശ്വസിച്ച, നബിയുടെ വിശ്വാസം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു കുറച്ച് 19 പേര് വന്നു. പിന്നെ ഇവിടെ പ്രശ്നം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലോ, അപ്പോൾ കുറച്ച് പേര് എന്ത് ചാടിപ്പോയി, വേണ്ട, അങ്ങനെ ഈ മതത്തിൽ കൂട്ടിപ്പെട്ട് ആകെ പ്രശ്നം അങ്ങനെ മിസ്സാവുക. അപ്പോൾ 10 പേര് വന്നാൽ അതിൽ 7 പേര് പോവുക, പിന്നെ 2 ആൾക്കാർ ആവായിട്ട് പിന്നെ മുന്നോട്ട് പോകുക, ആ രീതി. അപ്പോൾ അവർ ചുരുങ്ങുകയാണോ അതല്ല വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. യസീദൂനാം യങ്കുസൂൻ. കുൽത്തു, ഞാൻ പറഞ്ഞു, ബൽ, നിങ്ങൾ പറഞ്ഞ 2 ചോദ്യം ചോദിച്ചത്, അതിൽ രണ്ടാമത് പറഞ്ഞ എന്താണ്, കുറവല്ല, അതാണ് നമ്മുടെ ആഗ്രഹം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള നിലയ്ക്കാണ് അബൂ സുഫിയാൻ പല്ലൊക്കെ ഇടുന്നത്, അല്ല കേട്ടോ, അർത്ഥം ഇത് വർദ്ധിക്കുകയാണ്. മനസ്സിലല്ലേ? ഇപ്പോൾ ഈ ആഴ്ച ഏട്ടാണെങ്കിൽ അടുത്ത ആഴ്ച നോക്കുമ്പോൾ 9 ആളായി, 2 ആൾ കൂടി, 2 ആൾ നമ്മുടെ എത്തപ്പിൽ നിന്ന് ചാടി, മനസ്സിലായില്ലേ? അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. എന്ത് ചെയ്തു? അബൂ സുഫിയാൻ പറഞ്ഞു. കാല, വീണ്ടും രാജാവ് ചോദിച്ചപ്പോൾ ആൽ യർത്തദ്ദ അഹദു മിൻഹും സഹത്തൻ ലിദീനിഹി,
അദ്ദേഹത്തോടൊപ്പം പിൻപറ്റി കൂടിയ ആ മതത്തിൽ ചേർന്ന ആൾക്കാരിൽ ആരെങ്കിലും മുർത്തദ്ദാവുണ്ടോ, മതപരിത്യാഗിയായുണ്ടോ, അദ്ദേഹത്തിൻ്റെ ദീനീ സംവിധാനത്തോട് കോപം പിടിച്ചിട്ട്, ദേഷ്യം പിടിച്ചിട്ട്, വയ്യാന്ന് കരുതിയിട്ട് ആരെങ്കിലും ചാടിപ്പോകുന്നുണ്ടോ? അപ്പം വർദ്ധിക്കാന്ന് പറഞ്ഞല്ലോ, അപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ചാടിപ്പോണം ചോദിക്കാം. അദ്ദേഹത്തിന് ദീനിനോട് ദേഷ്യം പിടിച്ചിട്ട്, ആ നബി എന്ന് വാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദീനോട് ദേഷ്യം പിടിച്ചിട്ട് ആരെങ്കിലും മതപരിത്യാഗിയായി ആ മതത്തിൽ നിന്ന് പുറത്തു കടന്നു പോകുന്നുണ്ടോ? ആ മതത്തിൽ പ്രവേശിച്ചതിന് ശേഷം മതത്തിൽ പ്രവേശിച്ചതിന് ശേഷം കുൽത്തു, ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ ഈ തടസ്സവും ബഹളവും ഒച്ചപ്പാടും പല വിഷയങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഇത് പൊളിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരാളും ചെയ്യുന്നില്ല, കയറി ഒരാളും ചാടിപ്പോകുന്നില്ല കേട്ടോ. ആരും ചെയ്യുന്നില്ല, പുറത്തേക്ക് പോരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. കൊടുത്തില്ല. കാല, രാജാവ് വീണ്ടും ചോദിച്ചു, ഹാൽ കുന്തും തത്തഹീമുനഹൂബിൽ കദിബി കബല യഖൂല മാ ഖാൽ. ഇതേ ഇപ്പോൾ പറയുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അന റസൂലുള്ളാഹ് എന്നാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? ഈ സത്യവാദവുമായി, ഈ പുത്തൻ മതവുമായി ഇദ്ദേഹം പറയുന്ന ഈ കാര്യം, ഈ പറയണതിന് മുൻപ് ഇദ്ദേഹത്തിൻ്റെ ലൈഫ് നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ യുവാവായിട്ട് വന്നൊരു 40 years വരെയുള്ള കാലമുണ്ടല്ലോ. അപ്പം നിങ്ങളെങ്ങാനും അദ്ദേഹത്തെ തെറ്റു പറയുന്ന, കള്ളം പറയുന്ന ആളായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? കള്ളം പറയുന്ന നുണേ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കള്ളം പറയുന്ന ആളായിട്ട് ഇദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പഹൽ കുന്തും, നിങ്ങളാണ് തത്തഹീമൂനോ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുന്ന ആളായിരുന്നുവോ ബിൽക്കതിരി, കള്ളം കൊണ്ട് കബലായക്കൂല അദ്ദേഹം പറയുന്നതിന് മുമ്പ് മാക്കാൽ പറഞ്ഞ ഒന്ന് ഈ പുതിയ മതവിശ്വാസം പറയുന്നതിന് മുമ്പാണ്. കുൽത്തു, അപ്പോഴും ഞാൻ പറഞ്ഞു. ആരെ? അബൂ സുഫിയാൻ പറയാണ്, ഇല്ല. മനസ്സിലായില്ലേ? വേറൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ. ഉള്ളത് സത്യം പറയാൻ. ബാക്കിലാരും നിൽക്കുക, മറ്റുള്ളവർ നിൽക്കുകയാണ്. കാലല്ല. കുൽത്തു, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. കാല, വീണ്ടും രാജാവ് ചോദിച്ചു, വാൽ യഗദുറു, ചതി വല്ലതും കാണിച്ചിട്ടുണ്ട്? ജീവിതമല്ലേ, ആരെങ്കിലും ചതിക്കുക, വഞ്ചിക്കുക, പറ്റിക്കുക, അങ്ങനെ എന്തെങ്കിലും പണി ഇദ്ദേഹത്തിൻ്റെ ഈ മുൻ ഹിസ്റ്ററിയിൽ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാലിറക്കുക. കൊൽത്തു, അപ്പോൾ അബൂ സുഫിയാൻ പറയാം, നമ്മുടെ നബിയുടെ പവർ കാണുന്നുണ്ട്. ഒരു ശത്രു പറയണേ, മനസ്സിലായില്ലേ? ഒരു ശത്രു പറയാണ് രാജാവിനൊന്നുമില്ല. കുൽത്തില്ല, ഇത്രയും കാലം ഞങ്ങൾ ഒരിക്കലും ഒരു ചതി വഞ്ചന ഉണ്ടായിട്ടില്ല എന്ന് പറയാണ്. പിന്നെ ചോദിക്കുകയാണ്, ഓ നെഹ്നു മിൻ ഹൂഫി മുദ്ദത്തിൻ ലാ നദിരി മാ ഹുവ ഫായിലില്ല. ഇത് അദ്ദേഹം എന്താണ്, ഒരു കേറ്റാവുന്ന കേറ്റന. മനസ്സിലായില്ല? ആരെ? അബൂ സുഫിയാൻ. എന്തെങ്കിലും ഒന്നും പറയണമല്ലോ അവരെതിരായിട്ട്. അപ്പം പെട്ടെന്ന് കയറ്റി വെക്കുക. നെഹ്നു മിൻഹു, ഞങ്ങൾ ഈ നബിയെന്ന് വാദിക്കുന്ന അദ്ദേഹവുമായിട്ട് ആയിരുന്നു ഫി മുദ്ദത്തിൽ, ഒരു കാലയളവിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നവരാണ്. ഞാൻ എതിരി ഞങ്ങൾക്കറിയില്ല മാ ഹുവ ഫായിലും ചെയ്യുക, അദ്ദേഹം ഇങ്ങനെ ചതി വഞ്ചന പറ്റിപ്പ് വല്ലതും ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അറിയാതെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി സംശയിച്ചോ എന്നുള്ളൊരു ചാൻസ് എന്താണ് ആർക്ക് കൊടുക്കുവാണ്? രാജാവിന് കൊടുക്കുവാണ്. അത് കാല അബൂ സുഫിയാൻ പറയാണ്, വലം യുംകിൻ, ഈ ഹദീസ് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് സൗകര്യപ്പെട്ടില്ല കലിമത്തുൻ, ഒരു കലിമത്തിന് എനിക്ക് സൗകര്യപ്പെട്ടില്ല, ഉദുഖുലു ഫിയ, ഈ ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ, ജവാബുകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഷെയ്അൻ, ഒരു വസ്തു എനിക്ക് കയറ്റി കുത്തിക്കയറ്റാൻ കഴിഞ്ഞില്ല. ഐറഹാദി കലിമത്ത്, ഈ കലിമത്ത് ഇങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റും. അത് ഞാൻ പറയുകയും ചെയ്തു. മനസ്സിലായില്ലേ? അതല്ലാതെ ഒന്നും എനിക്കെന്തില്ല പറയാൻ പറ്റില്ല. അത് പറയുമ്പോൾ എന്താണ്, ഒരു നിർദോഷമായ വാക്ക് പോലെ തോന്നുള്ളൂ, പറയുകയും ചെയ്യാമല്ലോ. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അദ്ദേഹം എന്താണ് ചതി ചെയ്തതായിട്ടോ വഞ്ചനയായിട്ടോ അറിയില്ല. അപ്പം പറയാം, രാജാവിന് വേണ്ടി എന്ത് ചെയ്യുക, സംശയിക്കുക, ആരും അറിയാമല്ലോ ചതി വഞ്ചന ചെയ്തിട്ടുണ്ടോ. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് പറയാം. മനസ്സിലായില്ല? അങ്ങനെ ഇതിനെല്ലാത്തിനും മറുപടി ഇങ്ങനെ വരികയാണ്. അടുത്ത ചോദ്യം. കാല, രാജാവ് ചോദിക്കുക, പാൽ കാത്തൽ തുമോഹു, ഇദ്ദേഹവുമായിട്ട് നിങ്ങളെന്താണ് പടപെട്ടാറുണ്ടോ? പോരാട്ടമാണല്ലോ. ഇദ്ദേഹവുമായിട്ട് നിങ്ങളെന്താണ് സമരത്തിലേർപ്പെടാറുണ്ടോ? കുൽത്തു, ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാവാറുണ്ട്, നിങ്ങൾ തമ്മിൽ പോരാട്ടം ഉണ്ടാവാറുണ്ട്. കാല, രാജാവ് വീണ്ടും ചോദിച്ചു, അപ്പോൾ കൈഫക്കാന കിതാലുക്കും ഇയാവും, നിങ്ങളുടെ അദ്ദേഹവുമായിട്ടുള്ള ആ സമരം, ആ പോരാട്ടം, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അതെങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു. കുൽത്തു, ഞാൻ പറഞ്ഞു, ഹൽ ഹർബു ഫി ബൈനനാ വ ബൈനഹു സിജാൽ, ഞങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ ഇടയിലുമുള്ള ഹർബ്, പോരാട്ടം, മനസ്സിലായില്ലേ? അതെന്താണ്? സിജാൽ, അത് സുഖദുഃഖ
ആ സമ്മിശ്രമാണ് എന്ന് പറയും. മനസ്സിലായില്ലേ? ജയപരാജയ സമ്മിശ്രമാണ്. ഇത് അതിൻ്റെ അർത്ഥമാണ്. അങ്ങനെ നമ്മൾ പറയില്ല. അതുപോലെ ജയപരാജയ സമ്മിശ്രമാണ്. ചിലപ്പോൾ ജയം ഞങ്ങൾക്ക് കിട്ടും, അപ്പോൾ അദ്ദേഹം പരാജയപ്പെടും. ചിലപ്പോൾ അദ്ദേഹത്തിന് ജയം കിട്ടും, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? പറയാം സിജാലിന് അർത്ഥം. സിജാലും സിജാലാണ്. യനാലു മിന്ന, ഞങ്ങളിൽ നിന്ന് അദ്ദേഹം എത്തിക്കും. ഇപ്പോൾ നനാലു ബിൻഹു, ആ ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്നാണ് എത്തിക്കാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്കിടയിലെ പോരാട്ടം എന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാല, രാജാവിനെ തുടർന്ന് ചോദിക്കുകയാണ്, മാതാ യമുറുക്കും, ഈ നബി എന്ന് വാദിക്കുന്ന ആള് നിങ്ങളോട് എന്താ കൽപ്പിക്കുന്നത്? കൊൽത്തു, ഞാൻ പറഞ്ഞു, എപ്പോഴും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, വഹദ, അവനെ ഏകനായിട്ട് അവനെ നിങ്ങൾ ആരാധിക്കുക. പല തുഷിരിക്കു ബീഷയ, അവനോട് ഒരു വസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പന്തി ചേർക്കാൻ പാടില്ല. ഒത്തുറുക്കുമായ കൂഴ് ആബാവുക്കും, നിങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഷിർക്കിൻ്റെ കാര്യങ്ങൾ, എല്ലാ കുറേ ദൈവങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു വേണ്ടാത്ത പാടില്ലാത്ത വർത്തമാനങ്ങളെല്ലാം നിങ്ങൾ നീളം ഉപേക്ഷിക്കണം. പയമുറിന, തുടർന്ന് അദ്ദേഹം ഞങ്ങൾ കൽപ്പിക്കുന്നു, ബിസ്വലാത്തി, എന്ത് ചെയ്യണം? നിസ്കരിക്കണമെന്ന് കൽപ്പിക്കുന്നു. വസ്സുദത്തി, സത്യം കൊണ്ട് കൽപ്പിക്കുന്നു. വൽ അഫാഫി, പാതിവൃത്യം, വിചാരപ്പണിക്കൊന്നും പോരുത്. ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ജീവിത കുടുംബം പാതിവൃത്യം കൊണ്ട് കൽപ്പിക്കുന്നു. വസ്സിലത്തി, കുടുംബ ബന്ധം വേണം, ചേർക്കണം. കൊച്ചാപ്പാട മോനും മൂത്താപ്പാട മോളുമായിട്ട് വഴക്കും തമ്മിച്ചാലും, മനസ്സിലല്ലേ? നിസ്സാര വിഷയത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുക? കൊലയും കൊലവിളിയും അങ്ങനെയുള്ള അക്രമങ്ങളും പാടില്ല. കുടുംബ ബന്ധം ചേർക്കണം. ഇതാണ് അദ്ദേഹം നമ്മൾ കൽപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ അബൂ സുഫിയാൻ ചെയ്തു. ഈ ചോദ്യങ്ങൾക്ക് ഇങ്ങനെ മറുപടി പറയും. ഇനി ചോദ്യങ്ങളുണ്ട്, മറുപടിയുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ആവും.